1982 സ്പെയിനിൽ വെച്ച് നടന്ന ഫിഫ ലോകകപ്പിന്റെ 12ാമത് എഡിഷനായിരുന്നു. സമനിലയിൽ അവസാനിക്കുന്ന മത്സരങ്ങൾക്ക് പെനാൽറ്റി ഷൂട്ടൌട്ട് കൊണ്ടുവന്നത് ഈ ലോകകപ്പിലായിരുന്നു. അതേപോലെ കപ്പ് നേടാൻ ആയില്ലെങ്കിലും ആരാധകരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ബ്രസീലിയൻ ഫുട്ബോളിന്റെ സുന്ദരമായ മുഖം കണ്ടതും സ്പെയിൻ വേൾഡ് കപ്പിലായിരുന്നു. പരുക്കൻ ഫുട്ബോൾ കളിച്ചിട്ടും ഇറ്റലിയുടെ അവിസ്മരണീയമായ കിരീട നേട്ടം കണ്ടതും ഈ ടൂർണമെന്റിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിരുന്നു. 1982 ആ ലോകകപ്പിൽ കിരീടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഫുട്ബോൾ ചരിത്രത്തിൽ ലോകകപ്പ് നേടാത്ത ഏറ്റവും മികച്ച ടീം എന്നാണ് ബ്രസീൽ ടീം അറിയപ്പെടുന്നത്. ടെരസെന്റാന പരിശീലിപ്പിച്ച അന്നത്തെ ബ്രസീൽ ടീം മനോഹരമായ കേളി ശൈലിയാണ് കാഴ്ചവെച്ചിരുന്നത്. ഒരു മത്സരത്തിലെ അവസാന റിസൾട്ടിനേക്കാൾ ആ കളിയിൽ ഉടനീളം ഫുട്ബോൾ കളിയുടെ സൗന്ദര്യത്തിന് പ്രാധാന്യം നൽകുന്ന ജോഗോ ബോണിറ്റോ എന്ന സുന്ദരമായ കേളി ശൈലിയാണ് അവർ കാഴ്ചവെച്ചത്. 10ാം നമ്പർ ജേഴ്സി അന്ന് മിഡ്ഫീൽഡിലെ മിന്നുന്ന താരം സീക്കോവിനായിരുന്നു. സോക്രട്ടീസ്, ഫാൽക്കാവോ, ടൊനിഞ്ഞോ സെറീസോ എന്നിവർ ചേർന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡും എഡർ, സെർജിഞ്ഞോ എന്നിവർ നയിച്ച മുന്നേറ്റ നിരയും ബ്രസീൽ ടീമിന്റെ കരുത്തായിരുന്നു. ആക്രമണങ്ങളിൽ കൂടി പങ്കാളികളാവുന്ന ഫുൾ ബാക്കുകളായ ജൂനിയറും ലിയാൻഡ്രോയും അവർക്ക് പിന്നിൽ കോട്ട കെട്ടുന്ന സെൻട്രൽ ഡിഫൻഡർമാരായ ഓസ്കാറും ലൂസിഞ്ഞോയും ഗോൾ കീപ്പർ വാൽദിർ പെരസും ചേർന്നതായിരുന്നു ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രതിഭാസമ്പന്നരായ ആ ഇതിഹാസ ടീം. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുത്ത ബ്രസീലിന് സെമി ഫൈനലിൽ എത്താൻ ഇറ്റലിക്കെതിരെ നിർണായകമായ മത്സരത്തിൽ ഒരു സമനില മാത്രം മതിയായിരുന്നു. എന്നാൽ അതിനായി ഇപ്പോഴത്തെ പ്രമുഖ ടീമുകൾ ചെയ്യുന്നത് പോലെ പ്രതിരോധത്തിലേക്ക് പിന്മാറാതെ പൂർണ്ണമായും അവർ ആക്രമിച്ചു തന്നെ കളിച്ചു. പൗലോ റോസിയുടെ ഉജ്ജ്വല ഹാട്രിക്കിലൂടെ ഇറ്റലി 3-2 ബ്രസീലിനെ അട്ടിമറിച്ചു. ഈ പരാജയം ഫുട്ബോൾ ചരിത്രത്തിൽ സാറിയയിലെ ദുരന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബാഴ്സലോണയിലെ സാറിയ സ്റ്റേഡിയത്തിലായിരുന്നു അന്നത്തെ മത്സരം നടന്നത്. സൗന്ദര്യാത്മക ഫുട്ബോളിനേക്കാൾ അന്തിമ ഫലത്തിന് മുൻതൂക്കം നൽകുന്ന തന്ത്രപരമായ കളി വിജയിച്ചപ്പോൾ കലാസൗന്ദര്യം നിറഞ്ഞ ഒരു കേളി ശൈലി അവിടെ പരാജയപ്പെടുകയായിരുന്നു. പിന്നീടും സുന്ദരമായ ഫുട്ബോൾ തന്നെയാണ് ബ്രസീൽ കളിച്ചത്. ഇപ്പോൾ ലോകകപ്പ് കാണാൻ ഗ്യാലറിയിൽ പ്രായം ചെന്ന കുറച്ച് ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. പുതിയ തലമുറയിലെ ചില കുട്ടികൾക്ക് ഒരുപക്ഷെ അവർ വെറും സാധാരണ മനുഷ്യരായിരിക്കാം. എന്നാൽ ഫുട്ബോളിനെ വർഷങ്ങൾക്ക് മുന്നേ നെഞ്ചിലേറ്റിയ ആളുകൾക്ക് ഒരു കാലത്ത് അവർ ദൈവങ്ങളായിരുന്നു. അത് വെറും മനുഷ്യരല്ല, മറിച്ച് കാൽപന്തിന്റെ എക്കാലത്തെയും വലിയ ദൈവങ്ങൾ തന്നെയായിരുന്നു. റൊണാൾഡോ, നസാരിയോയും റൊണാൾഡീഞ്ഞോയും ഓർമ്മകളിൽ പോലും അത്ഭുതങ്ങൾ തീർക്കുന്നവരാണ്. റൊണാൾഡോ നസാരിയെ കാറ്റിനേക്കാൾ വേഗത്തിൽ കുതിച്ചുപായുന്ന ഇതിഹാസം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എതിരാളികളുടെ പ്രതിരോധ കോട്ടകൾ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണത് ആ കാലുകളുടെ മുന്നിലാണ്. പരിക്കുകൾ അദ്ദേഹത്തെ പലവട്ടം തളർത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ 2002 ആ വലിയ വീഴ്ചയിൽ നിന്നും ലോകകപ്പ് കിരീടവുമായി അദ്ദേഹം ഉയർത്തെഴുന്നേറ്റപ്പോൾ ലോകം മുഴുവൻ ആ കാൽക്കീഴിലായിരുന്നു. മൈതാനത്ത് പന്തുമായി കുതിക്കുന്ന റൊണാൾഡോയെ തടയുക എന്നത് അക്കാലത്തെ അസാധ്യമായ ഒരു കാര്യമായിരുന്നു. അതേപോലെ കാൽപന്തിനെ ഇത്രമേൽ ജനകീയമാക്കിയ മറ്റൊരു താരമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ചുണ്ടിലെ മായാത്ത ചിരിയോടെ കാലുകളിൽ മാന്ത്രികതയുമായി മൈതാനത്ത് നൃത്ത ചുവടുകളുമായി ഒഴുകി നീങ്ങുന്ന റൊണാൾഡീഞ്ഞോയെ എങ്ങനെയാണ് ഫുട്ബോൾ ലോകം മറക്കുന്നത്? എതിരാളികളെ ഞെട്ടിക്കുന്ന നോ ലുക്ക് പാസുകളും ഇലവീഴും കിക്കുകളുമായി ആ മനുഷ്യൻ ഫുട്ബോളിനെ ഒരു ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ആ പുഞ്ചിരിക്ക് ലോകത്തെ തന്നെ കീഴടക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ആ ഐതിഹാസിക ബ്രസീലിയൻ ടീമിനെ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു കാലത്തും മറക്കാനാവില്ല. റൊണാൾഡോയും റൊണാൾഡീഞ്ഞോയും റിവാൾഡോയും അടങ്ങുന്ന ഒരു സുവർണ്ണ നിര, കഫുവും റോബർട്ടോ കാർലോസും തീർത്ത പ്രതിരോധവും മുന്നേറ്റവും. മഞ്ഞക്കുപ്പായത്തിൽ അവർ മൈതാനത്തിറങ്ങുമ്പോൾ അതൊരു യുദ്ധമായിരുന്നില്ല, മറിച്ച് സുന്ദരമായ ഒരു കവിത രചിക്കുകയായിരുന്നു. എതിരാളികൾ പോലും ആരാധനയോടെ നോക്കി നിന്ന് പോകുന്ന ഫുട്ബോളിന്റെ സൗന്ദര്യം ആ സുവർണകാലം ഒരിക്കലും മായാതെ ചരിത്രത്തിൽ എഴുതപ്പെട്ട് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിലും.